സസ്പെൻഷനിൽ ഇന്നു മുതൽ പാർലമെന്റ് മുന്നിൽ സമരം ഇരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. സഭയിലെ പ്രതിഷേധം ആസൂത്രിതമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനാലാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തോട് കേരളത്തിലെ ഇടതു നേതാക്കൾ സഹകരിക്കുമോ എന്നറിയില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അപ്പോൾ ജനാധിപത്യം ഇന്ത്യയിൽ മരിക്കുന്നു എന്നുള്ള പല വിധത്തിലുമുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ആ ഒരു തരത്തിലേക്ക് BJP ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി മേലിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയും രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ സസ്പെൻഷൻ എന്നുള്ളത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം PR അരവിന്ദ് വിവരണം അയച്ചിരുന്നു പാർലമെന്റ് മുന്നിൽ നിന്ന്. അരവിന്ദ്, പാർലമെന്റിൽ ഇന്നും ബഹളമാണോ? അജിംസ്, ഇപ്പോൾ ലോക്സഭ രാജ്യസഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതും അതുപോലെ തന്നെ 8 MPമാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ പാർലമെന്റിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കാതെ പാർലമെന്റിന്റെ കീഴ്വഴക്കത്തിന് തന്നെ ഒരു ലംഘനമാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നു. പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഇത് പാർലമെന്റിന്റെ പുറത്ത് പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും സസ്പെൻഡ് ചെയ്ത MPമാർ ആ പാർലമെന്റിന് പുറത്ത് സത്യാഗ്രഹം ഇരിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MPമാർ സത്യാഗ്രഹം ഇരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തിനും വിരുദ്ധമായാണ് ഇപ്പോൾ ഈ പ്രതിഷേധം, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്പീക്കർ അടക്കം പെരുമാറുന്ന ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നു. എന്തായാലും നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ലോക്സഭ സാക്ഷ്യം വച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പേരുള്ള നന്ദിപ്രമേയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നാണ് പ്രധാനമന്ത്രി ആ സഭയിൽ മറുപടി നൽകേണ്ടത്. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലേക്കൊന്നും അനുവദിക്കില്ല. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതെ പ്രധാനമന്ത്രിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആ പ്രതിഷേധം തുടരുകയാണ്. അരവിന്ദ്, ഇന്ന് ആരൊക്കെയാണ് നോട്ടീസ് നൽകിയിട്ടുള്ള അടിയന്തര പ്രമേയത്തിന്? ഈ ഇന്ത്യ-US വ്യാപാര കരാർ ഇന്നും പാർലമെന്റിൽ ചർച്ചയാവുമോ? രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും പ്രതിപക്ഷ MPമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ ആ ചട്ടം 267 പ്രകാരം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസ് അതുപോലെ തന്നെ A റഹീം, V ശിവദാസൻ അടക്കമുള്ള MPമാരാണ് നോട്ടീസ് നൽകിയത്. അതേസമയം കോൺഗ്രസ് MPമാർ, ബെന്നി ബെഹനാൻ അടക്കമുള്ള കോൺഗ്രസ് MPമാരാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. കാരണം പാർലമെന്റ് പോലും അറിയിക്കാതെ കൃത്യമായി അതിനു മുമ്പ് തന്നെ ഒരു വിദേശ രാഷ്ട്ര തലവന് കരാർ പ്രഖ്യാപിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊന്നും ഇതുവരെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഈ കരാറ് ധാരണയായെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷെ അതിനുശേഷം ഒളിച്ചോടുന്ന നിലപാടാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇന്ത്യയിലെ കർഷകർക്കടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന വ്യവസ്ഥകൾ ഇതിലുണ്ട് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കർഷക സംഘടനകളടക്കം പ്രതിഷേധത്തിന് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അജിത്.